നെക്സ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ നെക്സ്റ്റ് അമെൻമെൻറ്റ് വഖഫ് ബില്ലിനകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഏതൊരു പ്രോപ്പർട്ടിയും ഇപ്പോൾ വഖഫിൻ്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് ബോർഡ് പറയുന്നുണ്ടെങ്കിൽ ഈ ബോർഡ് ഈ പ്രോപ്പർട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഓൺലൈൻ ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെ കയ്യിൽ, വഖഫ് ബോർഡിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു ഒന്നുള്ളൂ. ഇപ്പം ഞാനാണ് കൊടുത്തെങ്കിൽ ആരാണ് തന്നതെന്നുള്ള ഇൻഫർമേഷൻ ഓൺലൈൻ പോർട്ടലിൽ ഉണ്ടാവണം. 2, എൻ്റെ കയ്യിൽ ഈ പ്രോപ്പർട്ടി എങ്ങനെ വന്നു എന്നുള്ള ഡീറ്റെയിൽ അവിടെ ഉണ്ടാവണം. മൂന്നാമത്തതെന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ ഈ കൊടുത്ത വഖഫിന് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയിൽ എത്ര ഇൻകം വരുന്നുണ്ട്, ബോർഡിൻ്റെ കയ്യിൽ, വഖഫ് ബോർഡിൻ്റെ കയ്യിൽ എത്ര ഇൻകം വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടി വെച്ച്, ആ ഇൻകമിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ ഓൺലൈൻ പോർട്ടലിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, മുത്തവല്ലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കെയർ ടേക്കർ ഓഫ് ദി വഖഫ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടി നോക്കുന്ന ആൾക്ക്, കെയർ ടേക്കറിന്, മുത്തവല്ലി എന്ന് പറഞ്ഞ ആൾക്ക് എത്ര സാലറി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് ഈ ഓൺലൈൻ പോർട്ടലിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം, ഈ ചേഞ്ചസ് ഒക്കെ വരുത്താൻ കാരണം എന്ന് വെച്ചാൽ കറപ്ഷൻസ് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും, അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഒരുപാട് ഏക്കേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നിന്ന് എത്ര ഇൻകം വരുന്നുണ്ട്, എവിടെയാണ് ഈ ഇൻകം പോകുന്നത്, ഈ ഇൻകം എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ഇതൊന്നും തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അറിയില്ല. വഖഫ് ബോർഡ് അങ്ങ് തീരുമാനിക്കുകയാണ്. ഇനി അതങ്ങനെ പറ്റില്ല എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് അപ്ഡേറ്റ്, നെക്സ്റ്റ് ചേഞ്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്ന നോളജ് ഐ വിൽ സർട്ടൻലി പാസ് ഇറ്റ് ഓൺ ടു യു. സോ ടേക്ക് കെയർ, ബൈ.